തിരുവനന്തപുരം നഗരത്തിലെ EMS റോഡ് ദീപാലംകൃതമായിട്ടുണ്ട്. വളരെ കുറച്ചു ദൂരം മാത്രമാണ് ദീപാലംകൃതം ആക്കിയിട്ടുള്ളത്. EMS റോഡിലുള്ള പാലത്തിൻ്റെ ഇരു കൈവരികളും ഇപ്പോൾ ദീപാലംകൃതമാക്കിയാൽ നല്ല സുന്ദരമായിട്ട് കിടക്കുകയാണ്. നേരത്തെയൊക്കെ ഇവിടെ ഈ സ്ട്രീറ്റ് ലൈറ്റ് പോലും മര്യാദയ്ക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ പാലത്തിൻ്റെ ഇരു കൈവരികളിലും പല നിറത്തിലുള്ള വൈദ്യുത ദീപാലങ്കാരങ്ങൾ തീർത്തിരിക്കുകയാണ്. കോർപ്പറേഷൻ്റെ സഹായത്തോടു കൂടി ടൂറിസം വകുപ്പാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പാലത്തിൽ ഇപ്പോൾ എന്തായാലും കടകളൊന്നും സ്ഥാപിക്കാൻ കഴിയാത്തതുകൊണ്ട് തൊട്ടടുത്തുള്ള ചായക്കടയിൽ നിന്ന് ഒരു കട്ടൻ കാപ്പിയൊക്കെ മേടിച്ചുകൊണ്ട് പാലത്തിൽ വന്ന് കൊച്ചു വർത്തമാനമൊക്കെ പറഞ്ഞതാ ഇപ്പോൾ ഈ യുവാക്കളൊക്കെ ഇരിക്കുന്ന പോലെ രാത്രിയിലൊക്കെ കൊച്ചു വർത്തമാനമൊക്കെ പറഞ്ഞ് ഇവിടെ വന്നിരിക്കാം, വേണമെങ്കിൽ സെൽഫിയൊക്കെ എടുക്കാം. അങ്ങനെ രസകരമായിട്ടുള്ള ഒരു ആംബിയൻസ് എന്തായാലും ഇപ്പോൾ ഈ EMS റോഡിലെ പാലത്തിലുണ്ട്. നല്ലൊരു ആംബിയൻസ് ഉണ്ടല്ലേ? സെൽഫി എടുക്കുന്നതിന് മുമ്പ് നമുക്ക് ആംബിയൻസിലേക്ക് പോകാം. എങ്ങനെയുണ്ട് ഇവിടുത്തെ ആംബിയൻസ്? അടിപൊളിയായിട്ടുണ്ട്. ഈ അടിപൊളി എന്നുള്ള അപ്പുറത്തേക്ക് ഈ യൂത്തിൻ്റെ പ്രധാനപ്പെട്ട വാചകമാണ് അടിപൊളി. ഈ അടിപൊളിക്ക് അപ്പുറത്തേക്ക് എന്താ ഉള്ളത്? അതും ഫ്രഷ് വാചകമാണ്. ഓക്കെ, അടിപൊളി വൈബ്. അതിനപ്പുറത്തേക്ക് കൂട്ടി വായിച്ചാൽ നമുക്ക് എങ്ങനെയൊക്കെ പറയാം? നല്ലൊരു ഇനിഷ്യേറ്റീവാണ്. അപ്പം ഇതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോഴത്തേക്കും കുറേ ഇടങ്ങളിൽ ഇതുപോലെ യൂത്തിനും ആൾക്കാർക്കൊക്കെ വന്നിരിക്കാനൊക്കെ ഇഷ്ടമുള്ള കുറേ സ്ഥലങ്ങൾ. പിന്നല്ല, ഇപ്പോൾ പാലത്തിന് എന്തായാലും കടയൊന്നും പറ്റില്ല. അപ്പോൾ ഒന്ന് തൊട്ടടുത്തുള്ള കടയിൽ ഒരു കട്ടൻ കാപ്പിയൊക്കെ മേടിച്ച് വന്ന് ഇവിടെ ഒന്ന് കട്ടൻ കാപ്പിയൊക്കെ കുടിച്ച് കൊച്ചു വർത്തമാനം പറഞ്ഞിരിക്കാം അല്ലേ? ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമായിട്ട്. ഇപ്പോൾ എല്ലാവരും തിരുവനന്തപുരത്തിനുള്ള ആളുകളാണോ? കൊല്ലം ടൂറിസം ക്ലബിൻ്റെ വോളണ്ടിയേഴ്സാണ്. അപ്പോൾ പല ജില്ലകളിൽ നിന്നുള്ള ആളുകളുണ്ട്. ഇപ്പോൾ എങ്ങനെയുണ്ട് ഇപ്പോൾ കോഴിക്കോട് മലബാറിലെ പല സ്ഥലങ്ങളും ഇപ്പോൾ ദീപാലംകൃതമായിട്ടുണ്ട് ഇത്തരത്തിൽ പാലങ്ങളൊക്കെ. ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് ഇങ്ങനെ ആയി വരുന്നുണ്ട്. അപ്പോൾ തിരുവനന്തപുരം എങ്ങനെയുണ്ട് മൊത്തത്തിൽ? കളറാണോ? ആയിക്കൊണ്ടിരിക്കണു. ഇപ്പം ഞാൻ കൊല്ലത്തായിരുന്നു, ഇപ്പോഴാണ് ട്രിവാൻഡ്രം വന്നത്. അപ്പം ഓരോ സ്പോട്ടിലും പോയി വരുന്നേ ഉള്ളൂ. എന്തായാലും മൊത്തത്തിൽ തിരുവനന്തപുരം കളറാകുകയാണ് അല്ലേ? തീർച്ചയായും. നമ്മൾ പണ്ടൊക്കെ രാത്രി ഞാൻ ഇതുവഴിയാണ് നടന്നു പോകാറുള്ളത്. എൻ്റെ ഹോസ്റ്റൽ ഇവിടെ അടുത്താണ്. അപ്പോൾ ആ സമയത്തൊക്കെ ഇവിടെ പല സമയത്ത് ഇരുട്ടേണ്ടതുണ്ട്. ഇനിയൊന്നും അത് ഉണ്ടാവാതെ നമുക്ക് നല്ല വൈബായിട്ട് സംസാരിച്ച് നടന്നു പോകാൻ പറ്റുന്നൊരു വഴിയായിട്ട് മാറിയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ പൊളിക്കും. പിന്നല്ല, അപ്പോൾ പിള്ളേരും സന്തോഷത്തിലാണ്. യൂത്ത് അതാണ് നേരത്തെ ഞാൻ പറഞ്ഞല്ലേ, അടിപൊളിയാണ്, വൈബാണ്. അങ്ങനെ കുറേയധികം പുതിയ വാചകങ്ങളൊക്കെ ഉണ്ട്. നേരത്തെ ഇരുട്ടായിരുന്ന സ്ഥലത്ത് ഇപ്പോൾ പലതരത്തിലുള്ള വൈദ്യുത ദീപാലങ്കാരങ്ങൾ തീർത്തിരിക്കുകയാണ്. പല സ്ഥലങ്ങളിലേക്കും ഇത്തരത്തിൽ ഉള്ള ഇനിഷ്യേറ്റീവ് ചെയ്യാൻ ടൂറിസം വകുപ്പ് ആലോചിക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് സിജോ സുധാകരനൊപ്പം ഷിജോ കുര്യൻ, മീഡിയ 1.